Good evening. Yes, മക്കളെ മിസ് എത്തിയിട്ടുണ്ട്. നമ്മൾ 7:30 ആയിട്ടുണ്ട്. മക്കളെ ഇന്നലെ മിനിയാന്നുമായിട്ട് നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എഫക്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് നമ്മൾ ഫുൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒരുപാട് മക്കൾ മിസ്സിനോട് ഇങ്ങനെ മിസ്സേ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക, ഏത് രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഷുവർ ക്വസ്റ്റ്യൻസ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഒരു ആൻസർ ആയിട്ടാണ് മക്കളെ മിസ് ഇപ്പം എത്തിയിട്ടുള്ളത്. അപ്പം മിസ്സിൻ്റെ കുട്ടികൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ഈ ക്ലാസ് ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടൊക്കെ വരാനായിട്ട് പറയാം. ഓക്കെ, യെസ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ റെഡി ആണോ? ഫുൾ ചാപ്റ്റേഴ്സ് പഠിച്ച് നിങ്ങൾ ഇവിടെ റെഡി ആയിട്ടാണോ ഇരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ മക്കളെ, നിങ്ങൾ ഫുൾ പവർ ഓൺ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞേ, ഓക്കെ ആണോ? നിങ്ങൾ റെഡി ആണോ എന്നുള്ള കാര്യം ഒന്ന് പറയാ മക്കളെ. ഇതാണ് നിങ്ങളുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്, അതേപോലെ വെബ് ടെക്നോളജി, DBMS, ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അതേപോലെ തന്നെ അടുത്തതാണ് 8 മാർക്കിന് ഫങ്ഷൻസ്, വെബ് ഡിസൈനിങ്, അതേപോലെ SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അപ്പം ഈ ചാപ്റ്റേഴ്സിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് മിസ് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മക്കളെ. ഇവിടെ മിസ് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ആൻസർ പറഞ്ഞു തരണം. കാരണം 2 ദിവസം കംപ്ലീറ്റ് നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സ് 12 ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്ത് പഠിച്ച് ഫുൾ നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ടും ബാക്കി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മിസ് ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതിനർത്ഥം നിങ്ങൾക്ക് ആ ഒരു പോർഷൻ തറോ ആയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ ലൈവ് കഴിഞ്ഞിട്ട് ആ പോർഷൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യണം. ഇനി എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പം മിസ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമ്മുടെ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിലും മിസ്സിനോട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മിസ്സിനോട് ഡൗട്ട് ചോദിക്കാം കേട്ടോ. മിസ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് മിസ്സിൻ്റെ ID. ഓക്കെ, ഈ ഒരു IDയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. മിസ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സമയം കളയുന്നില്ല, നമ്മൾ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് ആണ്. ഈ ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 10 മാർക്കൊക്കെ ഈ ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കിക്കേ ഏതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കാം. ഡാഷ് ഓപ്പറേറ്റർ ഇസ് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഒന്ന് പറഞ്ഞേ, ഏത് ഓപ്പറേറ്റർ? അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നൊരു എക്സാമ്പിൾ പറഞ്ഞേ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പം അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്ററിന് ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. ഇത് ഫുള്ള് പഠിച്ചാൽ ഫുൾ A+ കിട്ടും. A+ കിട്ടും, ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. യെസ്, ഒരു അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ പറഞ്ഞേ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന് നമുക്കറിയാം, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലസ്, ഇതൊക്കെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അതിൻ്റെ കൂടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്ററിനെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഈ ക്വസ്റ്റ്യൻസിൽ വൈൽ, കണ്ടിന്യൂ, ഫോർ, സ്വിച്ച് നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആ ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അല്ലേ. അപ്പം ഇതിൽ ഏതൊക്കെയാണ് മക്കളെ, ഇതിൽ ഏതാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് വരിക? അപ്പം ഈ ക്വസ്റ്റ്യൻ ഒക്കെ മിസ് പറയുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം പഠിക്കരുത്. പകരം നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ മൊത്തത്തിൽ പഠിക്കുക. അത് എന്താണ്, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണ് എന്നുള്ളത് കൂടി പഠിക്കുക. സ്വിച്ച് അല്ല, കണ്ടിന്യൂ ആണ് കേട്ടോ. കണ്ടിന്യൂ ആണ്. വൈലും ഫോറും എന്താണ്? ഐറ്ററേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വിച്ച് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ കണ്ടിന്യൂ ആണ് നമ്മുടെ ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫോളോയിങ് C++ ടോക്കൺസ്. ടോക്കൺസ് 5 ടൈപ്പ് ഉണ്ട് അല്ലേ. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്. അപ്പം ഇതിൽ ഏതാണ്, ഓരോന്നും ഏതാണ്
ടോക്കൺ എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പം ഇവിടെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, അതെന്ത് ടോക്കൺ ആണ്, എന്ത് ടൈപ്പ് ടോക്കൺ ആണത് ഒന്ന് പറഞ്ഞേ. യെസ്, സ്ട്രിങ് മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടൂല, ലിറ്ററൽ ആണ്, സ്ട്രിങ് ലിറ്ററൽ ആണ് കേട്ടോ, സ്ട്രിങ് ലിറ്ററൽ ആണ്. ലിറ്ററൽസിന്റെ ടൈപ്സ് നമ്മൾ പഠിച്ചതാണ്, അതിൽ സ്ട്രിങ് ലിറ്ററൽ ആണ് ഇത്. ഇനി ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു കീവേഡ് ആണ് അല്ലേ, കീവേഡ് ആണ്. ഇത് ഓപ്പറേറ്റർ ആണ്. അതേപോലെ തന്നെ സ്റ്റുഡൻറ് എന്നുള്ളതൊരു ഐഡന്റിഫയർ ആണ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റുന്നതാണ് ഐഡന്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത്, വാട്ട് ഈസ് നെസ്റ്റഡ് ലൂപ്പ്? ഗിവ് വൺ എക്സാമ്പിൾ ഫോർ നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ലൂപ്പിന്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയാം അല്ലേ. എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ്, ഒരു ലൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ലൂപ്പിന് കൊടുക്കുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് നമ്മൾ പറയാം. അപ്പം ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ദാമസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഒരു ഫോർ ലൂപ്പ് കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പും കൂടി കൊടുത്തു. അപ്പം ഈ ലൂപ്പ് ട്രൂ ആയി, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഉള്ളിലുള്ള ലൂപ്പിലേക്ക് വരും, ഉള്ളിലുള്ള ലൂപ്പും ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഈ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് നെസ്റ്റഡ് ലൂപ്പ്. അടുത്തത്, യെസ്, ലിസ്റ്റ് ദ ടൈപ്പ് മോഡിഫയേഴ്സ്, എക്സ്പ്ലെയിൻ ഇനി 3 ഡാറ്റ ടൈപ്സ്. 2 ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. ഓക്കെ, ലിസ്റ്റ് ദ ടൈപ്പ് മോഡിഫയേഴ്സ് ഓഫ് C++. ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡാറ്റ ടൈപ്പിൻ്റെ സൈസോ റേഞ്ചോ അല്ലെങ്കിൽ പ്രെസിഷനോ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. അപ്പം ഏതൊക്കെയാണ് നമുക്കറിയുന്ന ടൈപ്പ് മോഡിഫയേഴ്സ്? ഷോർട്ട്, ലോങ്, സൈൻഡ്, അൺസൈൻഡ്. ഓക്കെ, അൺസൈൻഡ്, ഇങ്ങനെ 4 എണ്ണമാണ് നമുക്കുള്ളത്. അതിൽ എക്സ്പ്ലെയിൻ ഇനി 3 ഡാറ്റ ടൈപ്സ്. ഇത് മിസ് ക്ലാസ് എടുക്കുന്ന സമയത്തും പറയുന്നതാണ്, നമ്മൾ +1 പഠിച്ചതാണെങ്കിലും ഡാറ്റ ടൈപ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പം ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 3 ടൈപ്പാണ് ഉള്ളത്. ഓക്കെ, 3 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്? യൂസർ ഡിഫൈൻഡ് ഉണ്ട് ഡാറ്റ ടൈപ്പ്, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ഉണ്ട്, പിന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതിൽ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിനെ നമ്മൾ വീണ്ടും 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇൻ്റഗ്രൽ, വോയിഡ്, ഫ്ലോട്ടിങ്. ഓക്കെ, ഇൻ്റഗ്രൽ, വോയിഡ്, ഫ്ലോട്ടിങ്. അതിൽ ഇൻ്റഗ്രലിലാണ് ഇൻഡ് ക്യാര് വരുന്നത്, ഫ്ലോട്ടിങ്ങിലാണ് ഫ്ലോട്ട് ഡബിള് വരുന്നത്. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ഡാറ്റ ടൈപ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഡാറ്റ ടൈപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, യെസ്, കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? റിപ്പീറ്റഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് അല്ലേ. ഒരു കാര്യം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റഡ് എക്സിക്യൂഷന് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ. ഫോർ, വൈല്, ഡു വൈല്, ഈ 3 എണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ ഫോറ്, വൈല്, അതേപോലെ തന്നെ ഡു വൈല്. ഓക്കെ, യെസ്. ഇനി വാട്ട് ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്? ഒരു ലൂപ്പിൻ്റെ സിൻടാക്സ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അതിനുണ്ടാവുക. ഇനീഷ്യലൈസേഷൻ ഉണ്ടാകും, അതേപോലെ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാകും, പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ എന്തുണ്ടാകും? അപ്ഡേഷൻ ഉണ്ടാകും, അതേപോലെ തന്നെ ലാസ്റ്റ് ബോഡി ഓഫ് ലൂപ്പ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫോർ ലൂപ്പ്,
ലൂപ്പും അതേപോലെ തന്നെ വൈൽ ലൂപ്പും പറയാൻ പറ്റും കേട്ടോ. പക്ഷെ ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഓക്കെ, റെഡി. അപ്പം എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി വൈൽ സം കണ്ടീഷൻസ് മെറ്റ്. ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, റെഡി. ഇനി അടുത്തത്, list and explain any 3 types of statements in C++. C++ലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പല ടൈപ്പ് ഉണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഒന്ന് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതേപോലെ 2 അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, അസൈൻ ചെയ്യുന്നത്, പിന്നെ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, അതേപോലെ തന്നെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പം ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെയിം എനി 4 ടോക്കൺസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇനി ഇതൊരിക്കലും നമുക്ക് തെറ്റാൻ പാടില്ല. പൊളിക്ക് അല്ലെ, കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, അതേപോലെ തന്നെ ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, പിന്നെ നമ്മുടെ പങ്ക്ച്വേറ്റേഴ്സ്. ഓക്കെ, പങ്ക്ച്വേറ്റേഴ്സ്, ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡാഷ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു സ്കിപ്പ് ദ കറന്റ് ഐട്രേഷൻ ഓഫ് എ ലൂപ്പ്. ഒരു കറന്റ് ഐട്രേഷൻ മാത്രം നമുക്ക് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ മക്കളെ. ഡാഷ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു സ്കിപ്പ് ദ കറന്റ് ഐട്രേഷൻ ഓഫ് എ ലൂപ്പ്. ഒരു ലൂപ്പിന്റെ കറന്റ് ഐട്രേഷൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെന്റിനെയാണ്? ഒന്ന് പറഞ്ഞേ. യെസ്, ഏത് സ്റ്റേറ്റ്മെന്റിനെയാണ്? യെസ്, വെരി ഗുഡ്. കണ്ടിന്യൂ ആണ് കേട്ടോ. കണ്ടിന്യൂ ആണ് കറന്റ് ഐട്രേഷൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ എനി 2 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++ വിത്ത് സിൻടാക്സ്. അപ്പം മക്കളെ, ഇങ്ങനെ പ്രോഗ്രാംസ് റിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കൂല എന്നൊക്കെ ഞാൻ +1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ +2 നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ലാബ് ചെയ്ത മക്കളാണ്, നിങ്ങൾ +2 എത്തിയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. +1 അതിനുള്ള ചാൻസ് കുറവാണ്, പക്ഷെ +2 ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതൊന്നുമല്ല. ഇവിടെ ജസ്റ്റ് സിൻടാക്സ് മാത്രമാണ് ചോദിച്ചത്. എക്സ്പ്ലെയിൻ എനി 2 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം എന്ത് പറയാണ്, ഇപ്പോൾ ഫോർ ലൂപ്പിൻ്റെ ഇത് കാണിച്ചു തരാം. ഫോർ ലൂപ്പിൻ്റെ എങ്ങനെയാണ് വരിക? 4 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് കൊടുക്കും? ഇനീഷ്യലൈസേഷൻ കൊടുക്കും, പിന്നെ നമ്മുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും, പിന്നെ അപ്ഡേഷൻ. ഓക്കെ, ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും ആൻഡ് ദെൻ അപ്ഡേഷൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ ബോഡി ഓഫ് ലൂപ്പ് കൊടുക്കും. ഓക്കെ, ബോഡി ഓഫ് ലൂപ്പ് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഫോർ ലൂപ്പ് ഉണ്ടാവുക. ഇതേപോലെ നിങ്ങൾ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ഒക്കെ പഠിക്കണം. എന്താണ്? ആദ്യം നമ്മൾ ഇനീഷ്യലൈസേഷൻ കൊടുത്തിട്ടുണ്ടാകും, എന്നിട്ട് വൈൽ എന്ന് എഴുതിയിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു അല്ലേ? വൈൽ എന്ന് എഴുതിയിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. എന്നിട്ട് വൈൽ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ എന്ത് കൊടുക്കുകയാണ്? ബോഡി ഓഫ് ലൂപ്പ് കൊടുക്കും, എന്നിട്ട് അപ്ഡേഷൻ കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒക്കെ ഉണ്ടാവാം. ഓക്കെ, യെസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു കോഡ് തന്നിട്ട് നിങ്ങളോട് അതിന് ഇപ്പോൾ ഫോർ ലൂപ്പ് തന്നിട്ട് അതിനെ വൈൽ ലൂപ്പ് ആക്കാൻ പറയും, അല്ലെങ്കിൽ വൈൽ ലൂപ്പ് തന്നിട്ട് അതിന് ഫോർ ലൂപ്പ് ആക്കാൻ പറയും. അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ സിൻടാക്സ് അറിയണം. അപ്പോൾ ഇവിടെ സം ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു 0, വൈൽ ഐ ലെസ് ദാൻ 10. അപ്പം നമ്മളോട് ഇതിനെ ഫോർ ലൂപ്പ് ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഫോർ ലൂപ്പ് എങ്ങനെയാണ് കൊടുക്കുക? 4 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ ഇനീഷ്യലൈസേഷൻ കൊടുക്കണം അല്ലേ? ഇതിൽ ഇനീഷ്യൽ വാല്യൂ ഇതാണ്, സം ഈക്വൽ ടു 0. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ എഴുതാം? നമുക്ക് വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സും അറിയാം, ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സും അറിയാം. വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സിൽ ആദ്യം ഇവിടെയാണ് ഇനീഷ്യലൈസേഷൻ ഉണ്ടാവുക. ഫോർ ലൂപ്പിൽ ബ്രാക്കറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനെ നേരെ പിടിച്ചിട്ട് അവിടെ എഴുതാം, സം ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു 0. ഓക്കെ, ഇനീഷ്യലൈസേഷൻ. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇനി നമുക്ക് എന്താ വേണ്ടിയത്? കണ്ടീഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലേ? ഇതിൽ എവിടെയാണ് കണ്ടീഷൻ ഉണ്ടാവുക? വൈൽ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുക. അപ്പോൾ കണ്ടീഷൻ കിട്ടി ഐ ലെസ് ദാൻ 10. ഓക്കെ,
ഇനി അടുത്തത് എന്താ ഉണ്ടാവുക? ഫോർ ലൂപ്പിൽ അടുത്തത് അപ്ഡേഷൻ ആണ്. ഇതിൽ അപ്ഡേഷൻ ഉണ്ടാവുക ബോഡി ഓഫ് ലൂപ്പ് കഴിഞ്ഞിട്ടാണ്. i = i+1 അല്ലെങ്കിൽ i++ എന്ന് നമുക്ക് കൊടുക്കാം. ഇനി കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ബോഡി ഓഫ് ലൂപ്പ് കൊടുക്കണം. ബോഡി ഓഫ് ലൂപ്പ് നമുക്കറിയാം സം = സം പ്ലസ് i ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇത് കൊടുക്കുക. എന്താണ്? സി ഔട്ട് സം = സം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റീറൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് രണ്ടിൻ്റെയും സിൻടാക്സ് അറിയാമെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്, എക്സ്പ്ലെയിൻ എബൌട്ട് എനി ടു. ഓക്കെ, അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിന്യൂ ആൻഡ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇത് നമുക്ക് അറിയണം കേട്ടോ. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം the statement that facilitate the transfer of program control from one place to another. അല്ലേ, പ്രോഗ്രാം കൺട്രോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആളാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമുക്ക് പ്രോഗ്രാം കൺട്രോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയല്ല. ബ്രേക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ അപ്പം തന്നെ പുറത്തേക്ക് പോകും, ഇമ്മീഡിയറ്റ്ലി അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ സ്വിച്ചിൻ്റെയും ലൂപ്സിൻ്റെയും ഒക്കെ കൂടെയാണ് കൊടുക്കുക. പക്ഷെ കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൂപ്സിൻ്റെ കൂടെ മാത്രമേ കൊടുക്കുകയുള്ളൂ. പിന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ബ്രേക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നേരെ താഴേക്ക് പോകും, അല്ലേ, പിന്നെ ആ ലൂപ്പിനുള്ളിലേക്ക് തിരിച്ചു വരികയില്ല. പക്ഷെ കണ്ടിന്യൂ അങ്ങനെയല്ല. കണ്ടിന്യൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഐട്രേഷൻ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ബിഗിനിങ് ഓഫ് ദ ലൂപ്പിലേക്ക് തന്നെ തിരിച്ചു പോകും. ഓക്കെ, അതേപോലെ പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് പോകണമെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിലും പുറത്തേക്ക് പോകും. കാരണം ബ്രേക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊന്നും നോക്കുന്നില്ല, നേരെ പുറത്തേക്ക് പോവാണ്. പക്ഷെ കണ്ടിന്യൂ അങ്ങനെയല്ല. കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോൾസ് ആയാൽ മാത്രമേ അത് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോവുള്ളൂ. ഓക്കെ, ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അബൌട്ട് ടൈപ്പ് കൺവേർഷൻ. ഡാറ്റ ടൈപ്പ് കൺവേർഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ഡാറ്റ ടൈപ്പിനെ വേറൊരു ഡാറ്റ ടൈപ്പ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള മെത്തേഡാണ്, അല്ലേ. ഡാറ്റ ടൈപ്പ് ഓഫ് വൺ ഓപ്പറൻറ്റ് എന്താണ് കൺവേർട്ടഡ് ടു അനദർ ഇസ് കോൾഡ് ടൈപ്പ് കൺവേർഷൻ. രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലർ തന്നെ ഇന്റേണലി ചെയ്യുന്ന കാര്യമാണ്. അത് ലോവർ സൈസുള്ള ഓപ്പറൻറ്റിന് അത് എന്ത് ചെയ്യാണ്, ഡാറ്റ ടൈപ്പ് ഓഫ് ഹയർ സൈസ്ഡ് ഓപ്പറൻറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. പക്ഷേ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമർ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യും ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യുക. അപ്പം ഇങ്ങനെ രണ്ട് ടൈപ്പ് മെത്തേഡ്സ് ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അബൌട്ട് എക്സ്പ്രഷൻസ്. പറഞ്ഞേ, എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെഫിനിഷൻ എന്താ, അതേപോലെ എന്തൊക്കെ ടൈപ്പാണുള്ളത്. അപ്പോൾ 3 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഡെഫിനിഷൻ മാത്രം എഴുതരുത്, അതിൻ്റെ ടൈപ്സും കൂടി കൂട്ടത്തിൽ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് പറഞ്ഞേ, എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? എക്സ്പ്രഷൻ കണ്ടെയ്ൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻഡ്, അല്ലേ. ഓപ്പറേറ്ററും ഓപ്പറൻഡും കൂടിയതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പ്രഷൻ. വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുക്കാം. 7 - 5, അല്ലേ. അപ്പം ഓപ്പറേറ്ററും ഉണ്ട് ഓപ്പറൻഡും ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയുക. എക്സ്പ്രഷൻസ് 3 ടൈപ്പാണുള്ളത്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഉണ്ട്, റിലേഷണൽ എക്സ്പ്രഷൻ ഉണ്ട്, അതേപോലെ തന്നെ ലോജിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് എക്സ്പ്രഷൻസിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ബേസിക് സ്ട്രക്ചർ ഓഫ് C++ ആണ്. നമ്മൾ ഓൾറെഡി നിങ്ങളിപ്പം പ്രോഗ്രാംസും ലാബൊക്കെ ചെയ്ത് കഴിഞ്ഞ മക്കളായതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അല്ലേ. ഹാഷ് ഇൻക്ലൂഡ് എന്ന് എഴുതിയിട്ട് നമ്മളൊരു ഹെഡർ ഫയൽ കൊടുക്കും, അല്ലേ. ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹെഡർ ഫയൽ കൊടുക്കും. എന്നിട്ട് യൂസിങ് നെയിം സ്പേസ്
സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഐഡൻറ്റിഫയറിന് കൊടുക്കും, അല്ലെങ്കിൽ STD എന്ന് കൊടുക്കും, ഇൻഡ് മെയിൻ കൊടുക്കും. എന്നിട്ട് കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും. എന്നിട്ട് റിട്ടേൺ 0. ഓക്കെ, റിട്ടേൺ 0 കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, യെസ്, ഈ കേളി ബ്രേസ് ക്ലോസ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാവുക. ഇതെന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആണോ? ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആണെങ്കിൽ ഒരു യെല്ലോ ഹേർട്ട് മിസ്സിന് ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ട് തരിക. അങ്ങനെയാണെങ്കിൽ മിസ്സിന് ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആണെന്നുള്ള കാര്യം മനസ്സിലാവും. നിങ്ങൾ ഇനിയും കുറേ, ഇതാണ് മാക്സിമം ഷുവർ ക്വസ്റ്റ്യൻസ് മിസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ ആ ഒരു പോർഷനും കൂടെ കൂട്ടി പഠിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഒരു യെല്ലോ ഹേർട്ട് മിസ്സിന് ഇട്ട് തന്നു കഴിഞ്ഞാൽ മിസ് നേരെ നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചെറിയ ചാപ്റ്ററാണ്, അറേ അല്ലേ. ഫസ്റ്റ് തന്നെ നിങ്ങൾ അറേൻ്റെ ഡെഫിനിഷൻ പഠിക്കണം എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫൈൻ അറേ, അതേപോലെ തന്നെ ഇനീഷ്യലൈസ് ആൻ ഇൻഡിജർ അറേ വിത്ത് 4 എലമെന്റ്സ്, ഹൗ മെമ്മറി അലോക്കേറ്റഡ് ഫോർ എ സിംഗിൾ ഡയമെൻഷണൽ അറേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നല്ലോണം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അറേൻ്റെ ഡെഫിനിഷൻ എന്തായാലും പഠിക്കണം. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടീജിയസ് മെമ്മറി ലൊക്കേഷൻ. അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനിൽ ഒരേപോലെയുള്ള ഡാറ്റാസിനെ, അതായത് ഇപ്പം നമ്പർ ആണെങ്കിൽ നമ്പേഴ്സ് മാത്രം, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടേഴ്സിനെ മാത്രം, അങ്ങനെ ഒരേപോലെയുള്ള ഡാറ്റാസിനെ ഡാറ്റാസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. ഓക്കെ, അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടീജിയസ് മെമ്മറി ലൊക്കേഷൻ. അപ്പം അടുത്തത് അറേനെ എങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക വിത്ത് 4 എലമെന്റ്സ് ആണ് പറഞ്ഞത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പ് കൊടുക്കുക, അറേൻ്റെ പേര് കൊടുക്കുക, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സൈസ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അപ്പം ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇൻറ്റീജർ അറേ ആണ്. അപ്പം ഡാറ്റ ടൈപ്പ് ഇൻഡ്, അറേക്ക് ഒരു പേര് കൊടുക്കുക, ഞാൻ അറേ എന്ന് തന്നെ കൊടുക്കുകയാണ്. സൈസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 4 എലമെന്റ്സ് ആണ്. അപ്പോൾ 4 ആണ്. ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇനീഷ്യലി എന്തെങ്കിലും ഒരു 4 വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്യാം. ഓക്കെ, ഹൗ ഈസ് മെമ്മറി അലോക്കേറ്റഡ് ഫോർ എ സിംഗിൾ ഡയമെൻഷണൽ അറേ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ ബൈറ്റ് എത്ര മെമ്മറി ആണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. ടോട്ടൽ ബൈറ്റ്സ് ഈക്വൽ ടു സൈസ് ഓഫ് അറേ ഇൻറ്റു സൈസ് ഓഫ് അറേ ടൈപ്പ്. അതായത് കൺഫ്യൂഷൻ ആവണ്ട, ആദ്യം തന്നെ എങ്ങനെയാണ് നമ്മൾ എത്ര ടോട്ടൽ മെമ്മറി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ, ആദ്യം അറേൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളത് നോക്കാം. അറേൻ്റെ സൈസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 4 എലമെന്റ്സ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് അറേൻ്റെ സൈസ് 4 ആണ്. ഇൻറ്റു സൈസ് ഓഫ് അറേ ടൈപ്പ്, അറേൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജറിൻ്റെ സൈസ് 4 ബൈറ്റ് ആണ് അല്ലേ. അപ്പോൾ 4 × 4 16 ബൈറ്റ്സ് ആണ് നമുക്ക് ടോട്ടലായിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതാണ് ടോട്ടൽ ബൈറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് എൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ഈസ് കോൾഡ് ഡാഷ്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്, എലമെൻസിനെ നമ്മൾ ഓരോ എലമെൻറ്റിനെയും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ആക്സസ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണത്? യെസ്, പറഞ്ഞോളൂ. ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് എൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ് നമ്മൾ അതിന് പറയാം? അറേ. യെസ്, വെരി ഗുഡ്. ട്രാവേഴ്സൽ ആണ് അല്ലേ. ട്രാവേഴ്സൽ ആണ് അറേൻ്റെ അറ്റ്ലീസ്റ്റ് വൺസ് നമ്മൾ ആക്സസ് ചെയ്യുന്നതിന് പറയാം. അതേപോലെ ലിസ്റ്റ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ടു ഹാൻഡിൽ സ്ട്രിങ് കണ്ടെയ്നിങ് ബൈറ്റ് സ്പേസ്. സ്പേസ് വന്നാലും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2 എണ്ണമാണുള്ളത്,
ഗെറ്റ്സും അതേപോലെ തന്നെ പുട്ട്സും. ഓക്കെ, ഗെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്യാനും പുട്ട്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ചെയ്യാനുമാണ്. ഈ രണ്ട് ഫങ്ഷൻസ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് അറേ. ഇവിടെ നമുക്കൊരു അറേ തന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം എ എന്നാണ് അറേൻ്റെ പേര്. സൈസ് 5 ആണ്. ഡാറ്റ ടൈപ്പ് ഇൻഡിജർ ആണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് സി ഔട്ട് എ ഓഫ് 2. എ എന്ന് പറഞ്ഞ അറേയിലെ സെക്കൻഡ് പൊസിഷനിലുള്ള ആളെ പ്രിന്റ് ചെയ്യാനുള്ളതാണ് ഇത്. അപ്പം സെക്കൻഡ് പൊസിഷനിൽ ആരാ ഉള്ളത്? ഇൻഡെക്സ്, അറേൻ്റെ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക 0 മുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലുള്ള ആള് 7 ആണ്. ഓക്കെ, ഇനി സി ഔട്ട് എ ഓഫ് 4, ഫോർത്ത് പൊസിഷനിലുള്ളത് ആരാണ്? 1 ആണ്. ഓക്കെ, യെസ്. ഇനി വാട്ട് ഡസ് ദ ഡിക്ലറേഷൻ ഇൻഡ് മാർക്ക് ഓഫ് 100 മീൻ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ അറേൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻഡിജർ ആണ് അല്ലേ? അറേൻ്റെ പേര് എന്താണ്? അറേ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് എന്നാണ്. ഓക്കെ, അതേപോലെ അറേൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് അത് മനസ്സിലാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അറേൻ്റെ ഡിക്ലറേഷനിൽ നിന്ന് മനസ്സിലാവും. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇൻ C++, ലാസ്റ്റ് ക്യാരക്ടർ ഇൻ എ സ്ട്രിങ് ഈസ് ഡാഷ്. ഇത് പറഞ്ഞോളൂ, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. C++ൽ ഒരു സ്ട്രിങ്ങിന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ എപ്പോഴും എന്തായിരിക്കും? എന്തായിരിക്കും ലാസ്റ്റ് ക്യാരക്ടർ? ഒരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കും? യെസ്, ഒന്ന് പറഞ്ഞേ, എന്താണ് ആ സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ? യെസ്, വെരി ഗുഡ്, നൾ ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. നൾ ക്യാരക്ടർ, അതായത് /0, ഇതാണ് നൾ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റിൽ ഉണ്ടാവുക. ഓക്കെ, ഓക്കെ, ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. ക്യാർ നെയിം ഓഫ് 20. അപ്പം നെയിം എന്ന് പറഞ്ഞ ഒരു അറേയാണ്, ക്യാർ ആണ് ഡാറ്റ ടൈപ്പ്, 20 ആണ് സൈസ്. സി ഇൻ നെയിം, അപ്പോൾ ഒരു നെയിം നമ്മൾ ഇൻപുട്ട് ചെയ്തു. സി ഔട്ട് നെയിം, ആ നെയിം പ്രിന്റ് ചെയ്തു. അപ്പം വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഇഫ് യു ഇൻപുട്ട് ദ സ്ട്രിങ് ഗുഡ് സ്പേസ് മോർണിംഗ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മൾ ഗുഡ് മോർണിംഗ് എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ സി ഇൻ നെയിം എന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ ഇൻപുട്ട് ചെയ്തത് ഗുഡ് മോർണിംഗ് എന്നാണ്. എന്നിട്ട് അതിന് സി ഔട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? യെസ്, വെരി ഗുഡ്, ഗുഡ് എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ? കാരണം സി ഇൻ കനോട്ട് റീഡ് സ്പേസ്. സി ഇന്നിന് ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ? റെഡി അല്ലേ? ഓക്കെ, റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ മൈക്ക് ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പം അതവിടെ നമുക്ക് ഇതേപോലുള്ള പ്രോഗ്രാംസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ കോമൺ ആയിട്ട് ചെയ്ത് #include IOStream യൂസിങ് നെയിം സ്പേസ് STD ഇൻ മെയിൻ, അത് കോമൺ ആണ്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക നമുക്ക് ആരെയൊക്കെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളോട് പറഞ്ഞിട്ടുള്ള സം ഓഫ് അറേ എലമെന്റ്സ് ആണ്. അപ്പോൾ ഒരു അറേ വേണം അല്ലേ? അറേനെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് അറേൻ്റെ പൊസിഷൻ കൊടുക്കാൻ വേണ്ടി ഐ എന്ന് കൊടുക്കണം. പിന്നെ അറേൻ്റെ എലമെന്റ്സിൻ്റെ സമ്മ് കാണാനാണ്. അപ്പോൾ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനും ഒരു വേരിയബിൾ വേണം. ഇത്രയും കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസറിനോട് പറയാണ് എൻ്റർ ദ എലമെന്റ്സ് ഓഫ് അറേ അല്ലേ? യൂസറിനോട് പറയണം എൻ്റർ ദ അറേ എലമെന്റ്സ് അല്ലേ? അറേ എലമെന്റ്സിനെ എൻ്റർ ചെയ്യൂ എന്ന് പറയുമ്പോഴാണ് അവർ എൻ്റർ ചെയ്യുക. ആ എൻ്റർ ചെയ്യുന്നത് അറേ ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടാകും. അപ്പം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് നമ്മൾ ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ 4i = 0, i <5 5 എലമെൻ്റ് ആണുള്ളത്. 5 വരെ നമ്മൾ എന്ത് ചെയ്യാണ്? സി ഇൻ എ ഓഫ് ഐ അതിനെന്ത് ചെയ്തു? റീഡ് ചെയ്തു. എല്ലാ എലമെന്റ്സിനെയും മെമ്മറിയിലേക്ക് റീഡ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സം = 0 നമ്മൾ സമ്മ് കാണാൻ പോവാണ്. ആ അറേയിലെ എലമെന്റ്സിന് എല്ലാവരുടെയും സമ്മ് കാണാൻ പോവാണ്. അപ്പോൾ ഇനീഷ്യലി ആ സം എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഉള്ളിൽ 0 എന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോന്നിനെയും അതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്യുക. സമ്മിൻ്റെ കൂടെ ആദ്യം 0ൻ്റെ കൂടെ ആഡ് ചെയ്തു, പിന്നെ അടുത്ത എലമെൻ്റ് എടുത്തു, അടുത്ത എലമെൻറ്റിനെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു, പിന്നെ അടുത്ത എലമെൻ്റ് എടുത്തു, അടുത്ത എലമെൻറ്റിനെ ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. ലാസ്റ്റ് അതിനെ പ്രിന്റ് ചെയ്യാണ്. അതാണ് സി ഔട്ട് സം. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള പ്രോഗ്രാംസ് മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ ആണോ മക്കളെ? ഒന്ന് പറഞ്ഞേ, സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ ആണോ? റെഡി ആണോ? ഇനി തേർഡ് ചാപ്റ്ററിലേക്ക് പോട്ടെ. തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ ഇനി പറയാനായിട്ട് പോണത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താ നെയിം ദ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ വിച്ച് റിട്ടേൺ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻഡിജർ നമ്പർ. നമ്മൾ കുറേ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഇൻഡിജർ നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ഏതാണ്? യെസ്, ഏതാണ് എന്താണ് അബ്സല്യൂട്ട് വാല്യൂ കാണാനുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ? ഒന്ന് പറഞ്ഞേ, ഏതാണ് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ കാണാനുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ? ഏതാണ്? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, ഏതാണ്? യെസ്, അബ്സല്യൂട്ട് അല്ലേ? ABS എന്ന് പറഞ്ഞിട്ടുള്ള അബ്സല്യൂട്ട്. ഇതാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ എനി 2 built-in function that are used for string manipulation with its syntax. അപ്പം മിസ് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഓരോന്നും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ സിൻടാക്സ് നിങ്ങൾക്ക് അറിയണം. ഇതാ ഈ ഒരു ബോക്സ് പഠിക്കുക. STRLEN സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാനാണ്. അതിൻ്റെ സിൻടാക്സ് ആണ് ഈ കാണുന്നത്. കോപ്പി ചെയ്യാൻ STRCPY. അതേപോലെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ, ഒന്നിൻ്റെ ബാക്കിൽ ഒന്നിനെ വെക്കാനാണ് നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് STRCAT. പിന്നെ കമ്പയർ ചെയ്യാനുള്ളതാണ് STRCMP. കമ്പയറിംഗ് ബൈ ഇഗ്നോറിംഗ് കേസസ് ആണ് STRCMPI. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് സിൻടാക്സും കൂടി പഠിക്കാം. ഡിഫറൻഷിയേറ്റ് ആക്ച്വൽ ആർഗ്യുമെന്റ് ആൻഡ് ഫോർമൽ ആർഗ്യുമെന്റ്. ഇതാരൊക്കെയോ മിസ്സിനോട് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ, ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷന് നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുന്നേ ആ കോൾ ചെയ്യുമ്പം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നിടത്തും ആർഗ്യുമെൻ്റ് ഉണ്ട്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നിടത്തും ആർഗ്യുമെൻ്റ് ഉണ്ട്. ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നിടത്തുള്ള ആർഗ്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫോർമൽ ആർഗ്യുമെൻ്റ് എന്ന് നമ്മൾ പറയാം. എഫ്. ഓക്കെ, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നിടത്തുള്ള ആർഗ്യുമെൻറ്റിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയാം. ഓക്കെ, എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പം ഇതാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റും അതേപോലെ തന്നെ ഫോർമൽ ആർഗ്യുമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം അതിന് മുമ്പ് എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നുള്ളത് പഠിക്കുക. ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഓക്കെ, അപ്പം അവിടെ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഉണ്ടാകും. ദ മീൻസ് ടു പാസ് വാല്യൂ ഫ്രം ദ കോളിംഗ് ഫംഗ്ഷൻ. വാല്യൂസ് പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവരെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ
അവിടെ യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് ആണ് ഫോർമൽ ആർഗ്യുമെന്റ്. അതേപോലെ തന്നെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നിടത്തുള്ള ആർഗ്യുമെന്റ് ആണ് ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫൈൻ മോഡുലാർ പ്രോഗ്രാമിംഗ്, എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഒരു വലിയൊരു പ്രോബ്ലത്തിനെ നമ്മൾ കുറേ കുഞ്ഞു കഷ്ണങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നതിന് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. വലിയൊരു പ്രോബ്ലത്തിനെ കുറേ കുഞ്ഞു കഷ്ണങ്ങളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മോഡുലറൈസേഷൻ. അപ്പോൾ എന്തിനാണ് ഈ മോഡുലറൈസേഷൻ നമ്മൾ ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ മെറിറ്റ്സ്? ഒന്നാമത്തേത് സൈസ് കുറഞ്ഞു അല്ലേ, നമ്മുടെ പ്രോഗ്രാമിന്റെ സൈസ് കുറഞ്ഞു. അതേപോലെ തന്നെ എറർ വരാനുള്ള ചാൻസ് കുറഞ്ഞു, ലെസ് ചാൻസസ് ഓഫ് എറർ ആണ്. പ്രോഗ്രാമിങ്ങിന്റെ കോംപ്ലക്സിറ്റി കുറഞ്ഞു. അതേപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഇംപ്രൂവ് റീയൂസബിലിറ്റി. നമുക്ക് ആ ഒരു കോഡ് പിന്നെ വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിൻ്റെ മെറിറ്റ്സ്. ഡിമെറിറ്റ്സും ഉണ്ട്. പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഓക്കെ, കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓർഡിനറി വാരിയബിൾസിനെയാണ് നമ്മൾ യൂസ് ചെയ്യാം. പക്ഷേ കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫറൻസ് വാരിയബിൾസിനെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, കോൾ ബൈ വാല്യൂല് ആക്ച്വൽ പാരാമീറ്റർ കോൺസ്റ്റൻറ്റോ വാരിയബിൾസോ അല്ലെങ്കിൽ എക്സ്പ്രഷൻസോ ആയിരിക്കും. പക്ഷേ കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എപ്പോഴും വാരിയബിൾ ആയിരിക്കും. ഓക്കെ, ഇനി കോൾ ബൈ വാല്യൂല് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാലും അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം രണ്ടാൾക്കും രണ്ട് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. പക്ഷേ കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെയും കൂടി അത് എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. കാരണം മെമ്മറി രണ്ടാളും കൂടി ഷെയർ ചെയ്യാണ്. രണ്ടാൾക്കും കൂടി ഒറ്റ മെമ്മറിയേ ഉള്ളൂ. അപ്പോൾ ഒരാളെ നമ്മൾ മാറ്റിയാൽ മറ്റേ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോക്കൽ ആൻഡ് ഗ്ലോബൽ വാരിയബിൾസ് പറഞ്ഞു. നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത ഒരു വാരിയബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ മാത്രമേ അതിന് മെമ്മറി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ലോക്കൽ വാരിയബിൾ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ സ്കോപ്പ് ലോക്കലാണ്. കണ്ടോ, ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ, അവൈലബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ, മെമ്മറി ഈസ് അലോക്കേറ്റഡ് വെൻ ദ ഫംഗ്ഷൻ ഇസ് ആക്റ്റീവ് ആൻഡ് ഫ്രീ വെൻ ദ എക്സിക്യൂഷൻ ഇസ് കംപ്ലീറ്റഡ്. ആ ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെമ്മറി ഫ്രീ ആവും. പക്ഷേ ഗ്ലോബൽ വാരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫങ്ഷൻസിൻ്റെയും പുറത്തായിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. എല്ലാ ഫങ്ഷൻസിനും അത് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ജസ്റ്റ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് തൊട്ട് മുമ്പായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. പ്രോഗ്രാം ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ആ മെമ്മറി ഫ്രീ ആവുള്ളൂ. ഓക്കെ, ഇനി ഫങ്ഷൻസും അതേപോലെ തന്നെയാണ്. ലോക്കൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ്റെ ഉള്ളിലായിട്ടായിരിക്കും അതിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. ഗ്ലോബൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫങ്ഷനുകളുടെയും പുറത്തായിരിക്കും അതിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഇത് അത്ര കോമൺ ക്വസ്റ്റ്യൻ അല്ല, എന്നാലും മിസ് കൊടുത്തു എന്നേ ഉള്ളൂ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. എന്നാലും ഒരു പ്രാവശ്യം മോഡൽ 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. What is the difference between built-in function and user-defined function? Built-in function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ നമുക്ക് തരുന്ന ഫങ്ഷൻസ് ആണ്. ഓക്കെ, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന
ഫംഗ്ഷനാണ്. ഓക്കെ, ഇതാണ് ബിൽഡ് ഇൻ ഫംഗ്ഷനും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് ആർ ഡിസൈൻഡ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് അല്ലേ. ബിൽഡ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് സ്ട്രിങ്ങിന് എന്തെങ്കിലും ചെയ്യാൻ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാം, എഫിഷ്യൻസി മാറ്റാം, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, യൂസേഴ്സിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ ആണോ? അപ്പോൾ തേർഡ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് കേട്ടോ. ഓക്കെ ആണോ മക്കളെ? റെഡി ആണോ? സെറ്റ് ആണോ? ഇനി നമ്മൾ ഫോർത്ത് ചാപ്റ്ററിലേക്ക്, അതായത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ടെക്നോളജി. കുറേ ടാഗുകളും കുറേ ആട്രിബ്യൂട്ടുകളും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, വെബ് ടെക്നോളജി നോക്കാം. റെഡി ആണോ? തേർഡ് ചാപ്റ്റർ ഓക്കെ ആണോ മക്കളെ? ഒന്ന് പറഞ്ഞേ, ഫോർത്ത് ചാപ്റ്ററിലേക്ക് പോട്ടെ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ടാഗുകളും ഒരുപാട് ഇതൊക്കെ നമ്മൾ എന്താണ് ആട്രിബ്യൂട്ടുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, DNS സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. DNSന്റെ ഫുൾ ഫോം എന്താണ്? എന്താണ് DNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നവരൊന്ന് പെട്ടെന്ന് പറയാം. DNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? DNSന്റെ ഫുൾ ഫോം എന്താണ്? DNSന്റെ ഫുൾ ഫോം എന്താണ്? ആർക്കാണ് അറിയാം? DNS എന്താണ്? DNS. യെസ്, വെരി ഗുഡ്. ഡൊമെയിൻ നെയിം സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡൊമെയിൻ നെയിം സിസ്റ്റം, ഇതാണ് DNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. DNS ഡൊമെയിൻ നെയിം സിസ്റ്റം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അതിലുള്ള കണ്ടന്റും ലേഔട്ടും ഒക്കെ ഫിക്സഡ് ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, അതിന് ഡാറ്റാ ബേസിൻ്റെ ആവശ്യമില്ല, അതേപോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റും, പിന്നെ ഈസി ടു ഡെവലപ്പ് ആണ്. പക്ഷെ ഡൈനാമിക് വെബ് പേജ് അങ്ങനെയല്ല, ഇത് റൺ ടൈമിൽ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റുകൾ ചേഞ്ച് ചെയ്യും, ഡാറ്റാ ബേസ് ആവശ്യമാണ്. അതേപോലെ തന്നെ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിലാണ്, വേറെ ആപ്ലിക്കേഷനിലാണ് ഇത് റൺ ചെയ്യാം. പിന്നെ പ്രോഗ്രാമിംഗ് സ്കില്ലൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ഡൈനാമിക് വെബ് പേജസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഈസ് കോപ്പി ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലാണ് ഇത് കോപ്പി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സെർവറിൽ തന്നെ ആയിരിക്കും അത് ഉണ്ടാവുക. ഇനി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് വെബ് സെർവറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇവിടെ മെയിൻലി യൂസ്ഡ് ഫോർ വാലിഡേഷൻ ഓഫ് ഡാറ്റയാണ്. ഇവിടെ ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ യൂസറിന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ബ്രൗസറിൻ്റെ ടൈപ്പും പൊസിഷനൊന്നും അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ യൂസറിന് അതിൽ ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ബ്രൗസറിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഈ രണ്ട് ബോക്സുകൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. Okay, the port number used for HTTP is dash. പോർട്ട് നമ്പേഴ്സ് എല്ലാത്തിൻ്റെയും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. HTTPൻ്റെ പോർട്ട് നമ്പർ 80 ആണ്. അതേപോലെ POP3 110, HTTPS 443 ആണ്, SMTP 25 ആണ്, DNS 53 ആണ്. അപ്പം ഈ തന്നിട്ടുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പേഴ്സ് പഠിച്ചിരിക്കണം. ഇവിടെ ചോദിച്ചതിൻ്റെ ആൻസർ എന്താണ്? HTTP 80 ആണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, റൈറ്റ് ദ HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും ഒക്കെ പഠിച്ചതാണ് അല്ലേ? സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ഉം 4ഉം ഒക്കെ താഴെയാണ് വരുന്നത്, അതിനെയാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുക. അപ്പം H എന്ന് എഴുതുക, സബ്സ്ക്രിപ്റ്റ് കൊടുക്കുക, 2 എന്ന് കൊടുക്കുക, സബ്സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യാം. പിന്നെന്താ? H2SO എന്ന് എഴുതുക,
4 വീണ്ടും സബ്സ്ക്രിപ്റ്റ് ആണ്. അപ്പം സബ്സ്ക്രിപ്റ്റ് കൊടുക്കുക, 4 എന്ന് കൊടുത്തിട്ട് സബ്സ്ക്രിപ്റ്റിന് നമ്മൾ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് H2SO4 നമ്മൾ കൊടുക്കുക. ഇനി എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. അപ്പം ക്യൂബൊക്കെ മുകളിൽ വരണം, സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരണം. അപ്പം എക്സ് എന്ന് കൊടുക്കുക, SUP എന്ന് കൊടുത്തിട്ട് 3 എന്ന് എഴുതിയിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുക. പ്ലസ് വൈ ക്യൂബ് വീണ്ടും സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് 3 എന്ന് എഴുതിയിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് ടാഗിനെ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. റെഡി? സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും ഒക്കെ കൊടുക്കുന്നത് പഠിക്കണം. റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 4 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ വാട്ട് ഈസ് എ കണ്ടെയ്നർ ടാഗ്, റൈറ്റ് ആൻഡ് എക്സാമ്പിൾ. അപ്പം ഇവിടെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ മിസ് ഇന്നലെ പറഞ്ഞു തന്നതാണ്. ബോൾഡ് ആക്കാൻ, ഇറ്റാലിസൈസ് ചെയ്യാൻ, അണ്ടർലൈൻ ചെയ്യാൻ, സ്ട്രൈക്ക് ചെയ്യാൻ, ബിഗ്, സ്മോള്, സ്ട്രോങ്, എംഫസൈസ്, അതേപോലെ സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, ബ്ലോക്ക് കോഡ്സ്, പ്രീ ടാഗ്, അഡ്രസ് ടാഗ്, മാർക്യൂ ടാഗ്, ഡിവ്, ഫോണ്ട്, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ എന്താണ് കണ്ടെയ്നർ ടാഗ്? എന്താണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഗ്സ് ഹാവിങ് ബോത്ത് ഓപ്പണിംഗ് ആസ് വെൽ ആസ് ക്ലോസിംഗ് ടാഗ് അല്ലേ? ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള as well as closing tag, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ടാഗുകളെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടെയ്നർ ടാഗ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതും എഴുതാം അല്ലേ? നമുക്ക് കുറേ എണ്ണുണ്ട്. HTML, ബോഡി, അല്ലെങ്കിൽ P ടാഗ് അല്ലേ, പാരഗ്രാഫ് കൊടുക്കുന്ന P ടാഗ്, അതേപോലെ ഹെഡിങ് ടാഗ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് കണ്ടെയ്നർ ടാഗ്. ഓപ്പൺ ചെയ്താൽ ക്ലോസും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടാഗുകളൊക്കെ കണ്ടെയ്നർ ടാഗ്സ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അടുത്തത് നെയിം എനി 2 attributes of the following tag. ആട്രിബ്യൂട്ട്സ് ആണ് HTML, അതേപോലെ മാർക്യൂ, ഫോണ്ട്. ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടാഗുകൾ. ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ ടാഗുകളും നിങ്ങൾ പഠിച്ചിരിക്കണം, അതിൻ്റെ ആട്രിബ്യൂട്ടുകളും പഠിച്ചിരിക്കണം. HTMLന് 2 ആട്രിബ്യൂട്ടേ ഉള്ളൂ. ഒന്ന് ഡയറക്ഷൻ, DIR, അതേപോലെ ലാംഗ്വേജ്, LANG. മാർക്യൂ ടാഗിന് ഒരുപാട് ആട്രിബ്യൂട്ടുകൾ ഉണ്ട്. ഹൈറ്റ്, വിഡ്ത്ത്, ഡയറക്ഷൻ, ബിഹേവിയർ, സ്ക്രോൾ ഡിലേ, സ്ക്രോൾ എമൗണ്ട്, ലൂപ്പ്, BG കളർ, H സ്പേസ്, V സ്പേസ്, അതൊക്കെ മാർക്യൂ ടാഗ് ആണ്. പിന്നെ ഡിവിൻ്റെതാണ് അലൈന്, ID, സ്റ്റൈല്. ഫോണ്ടിൻ്റെതാണ് സൈസ്, കളറ്, ഫേസ്, സൈസ്. ഓക്കെ, അപ്പം ഈ ടാഗുകളൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. എല്ലാത്തിൻ്റെയും ആട്രിബ്യൂട്ടുകൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. 1 മാർക്കിന് CSSൻ്റെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, അതായത് സ്റ്റൈല് കൊടുക്കാൻ അല്ലേ, നമ്മൾ എഴുതിയിട്ടുള്ള നമ്മുടെ പേജിനെ ഒന്നും കൂടെ ഫോർമാറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. നമ്മുടെ സ്റ്റൈല് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ 3 രീതിയിൽ കൊടുക്കാം. ഇൻലൈൻ സ്റ്റൈല്, എംബഡഡ് CSS, അതേപോലെ ലിങ്ക്ഡ് CSS. ഇൻലൈൻ CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബോഡി പാർട്ടിൽ തന്നെ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഹെഡ് പാർട്ടിൽ എംബഡഡ് CSS. ലിങ്ക്ഡ് CSS എന്ന് പറഞ്ഞാൽ വേറൊരു എക്സ്റ്റേണൽ ഫയലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ആൻ HTML കോഡ് ഫ്രാഗ്മെന്റ് ടു ഇൻസേർട്ട് ആൻ ഇമേജ് profile.jpg aligned in the center of a web page. നമുക്കിങ്ങനെ സെൻറ്ററിൽ profile.jpg എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. അതെനിക്ക് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക, HTML ഹെഡ്, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ്, ബോഡി കൊടുത്തു, H2 അലൈൻ സെൻറ്റർ എന്നൊക്കെ കൊടുത്തു. ഇതാണ് മെയിൻ പോയിന്റ്. IMG എന്ന് പറഞ്ഞ ടാഗാണ് നമ്മൾ ഈ ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന ആട്രിബ്യൂട്ടാണ് SRC. അപ്പം IMG SRC ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ profile.jpg കൊടുക്കുക. ഹൈറ്റ് ഈക്വൽ ടു 20%, വിഡ്ത്ത് ഈക്വൽ ടു 20%. എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ളത്. ഓക്കെ ആണോ, റെഡി ആണോ ഒന്ന് പറഞ്ഞേ മക്കളെ. ഓക്കെ ആണോ, സെറ്റാണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 4th ചാപ്റ്റർ ഓക്കെ ആണോ? 5th ചാപ്റ്ററിലേക്ക് പോട്ടെ. 5th ചാപ്റ്റർ ഒരുപാട്
മക്കൾ മിസ്സിനോട് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് മക്കൾ ഡൗട്ട് ചോദിച്ചാൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ HTML പ്രോഗ്രാംസ് ചോദിക്കാറുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് നോക്കാം. Okay, first question, explain different tag used with the DL tag to create definition list. ഒരു definition list create ചെയ്യാൻ DL ടാഗിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ടാഗുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം DT ടാഗ് കൊടുക്കാറുണ്ട്, DD ടാഗും കൊടുക്കാറുണ്ട്, പിന്നെ DL ടാഗ്. ഈ രണ്ട് ടാഗുകളാണ് നമ്മൾ DL ലിസ്റ്റിൽ കൊടുക്കാറുള്ളത്. അടുത്തത് റൈറ്റ് HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് ലിസ്റ്റ് ഇൻ എ വെബ് പേജ്. അപ്പം നമ്മളിങ്ങനെ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഈ ഒരു വെബ് പേജ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ HTML ഹെഡ് ടൈറ്റിൽ ഞാൻ ലിസ്റ്റ് എന്ന് കൊടുത്തു. ടൈറ്റിൽ ക്ലോസ് ചെയ്യാം, അതേപോലെ തന്നെ ഹെഡ് ക്ലോസ് ചെയ്യാം, ബോഡി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒന്ന് അടിപൊളിയാക്കണമെങ്കിൽ ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ അതൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ആ ലിസ്റ്റ് ഉണ്ടാക്കാൻ നമുക്കറിയാം അൺഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്, ഓർഡേർഡ് ലിസ്റ്റും ഉണ്ട് അല്ലേ? ഇവിടെ അൺഓർഡേർഡ് ലിസ്റ്റാണ്. അപ്പോൾ UL ടൈപ്പ് ഈക്വൽ ടു ഡിസ്ക് എന്ന് കൊടുക്കാം. ഇത് ഡിസ്ക് ഷേപ്പ് ആയതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. ഡിഫോൾട്ടായിട്ട് ഡിസ്ക് തന്നെയാണ് വരിക, ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി LI ഫസ്റ്റത്തെ ലിസ്റ്റ് ഐറ്റം കൊടുക്കുകയാണ്, സയൻസ് ഗ്രൂപ്പ്. അപ്പോൾ അതിന് മുമ്പ് ഹെഡിങ് ഉണ്ട്. ഈ ബോഡീൻ്റെ ഉള്ളിൽ നമുക്കൊരു ഹെഡിങ് കൊടുക്കണം, H1 ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി. എന്നിട്ട് H1 ടാഗിനെ ക്ലോസ് ചെയ്തു. എന്നിട്ട് UL ടൈപ്പ് ഈക്വൽ ടു ഡിസ്ക് LI എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സയൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ സയൻസ് ഗ്രൂപ്പ് എന്ന് എഴുതുക, LI ടാഗ് ക്ലോസ് ചെയ്യുക. അടുത്ത LI കൊടുക്കുക, കൊമേഴ്സ് എന്ന് കൊടുക്കുക, LI ടാഗിനെ ക്ലോസ് ചെയ്യുക. അടുത്ത LI കൊടുത്തു ഹ്യൂമാനിറ്റീസ്. ഓക്കെ, ഹ്യൂമാനിറ്റീസ് കൊടുത്തു, LI ടാഗിനെ ക്ലോസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് UL ടാഗ് ക്ലോസ് ചെയ്യുക, ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക, HTML ടാഗ് ക്ലോസ് ചെയ്യുക. ഇത്രയും സിമ്പിളാണ് ഈ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലിസ്റ്റിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഇനി ടേബിൾ അല്ല, ഇതും വേറൊരു ലിസ്റ്റാണ്. ഇത് നെസ്റ്റഡ് ലിസ്റ്റാണ്. ഒരു അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ഓർഡേർഡ് ലിസ്റ്റ് വന്നു അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? ആദ്യം HTML ഓക്കെ, അതിൻ്റെ കോഡ് ഇതാ ഇങ്ങനെയാണ് വരിക. HTML ഹെഡ് ടൈറ്റിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് അൺഓർഡേർഡ് ലിസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ UL എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കേരള എന്നാണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പം LI കേരള എന്ന് കൊടുത്തിട്ട് LI ടാഗ് ക്ലോസ് ചെയ്തു. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു ഓർഡേർഡ് ലിസ്റ്റ് വരണം അല്ലേ? അപ്പോൾ OL എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തു. എന്നിട്ട് ആലപ്പുഴ മൂന്നാർ എന്ന് വരണം. അപ്പം LI ആലപ്പുഴ, LI മൂന്നാർ. ആ ഓർഡേർഡ് ലിസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ OL ടാഗ് ക്ലോസ് ചെയ്തു. ഈ UL തൊടാനായിട്ടില്ല, കാരണം അൺഓർഡേർഡ് ലിസ്റ്റ് കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇനി വീണ്ടും അടുത്ത ലിസ്റ്റ് ഐറ്റമാണ് കർണാടക. അപ്പം LI ടാഗ് കൊടുത്തിട്ട് കർണാടക എന്ന് എഴുതിയിട്ട് LI ടാഗ് ക്ലോസ് ചെയ്തു. ഇനി വീണ്ടും ഒരു ഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കുകയാണ്, OL എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരും മൈസൂരും കൊടുത്തു, OL ടാഗ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് UL ടാഗിനെ ക്ലോസ് ചെയ്യുക. നെസ്റ്റഡ് ലിസ്റ്റ് ചോദിക്കൽ പൊതുവെ കുറവാണ്, ഒന്നുകിൽ ഓർഡേർഡ് അല്ലെങ്കിൽ അൺഓർഡേർഡ് അങ്ങനെയാണ് കൂടുതലും ചോദിക്കാറുള്ളത് കേട്ടോ. എന്നാലും മിസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? ആദ്യം HTML കൊടുത്തു, ഹെഡ് കൊടുത്തു, ടൈറ്റിൽ കൊടുത്തു, എന്നിട്ട് നമ്മൾ ടൈറ്റിൽ ക്ലോസ് ചെയ്തു, പിന്നെ നമ്മൾ ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. ഇനി ഞാനൊരു ടേബിളാണ് ഉണ്ടാക്കാൻ പോണത് നമുക്കറിയാം. അപ്പം ടേബിൾ ബോർഡർ ഈക്വൽ ടു 2 എന്ന് കൊടുത്തു ഞാൻ. ഓക്കെ, ഇനി ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ ടേബിൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റോ ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഫസ്റ്റ് ഈ റോ ഉണ്ടാക്കും, പിന്നെ ഈ റോ ഉണ്ടാക്കും, പിന്നെ ഈ റോ ഉണ്ടാക്കും. അപ്പോൾ ഫസ്റ്റ് റോ ഉണ്ടാക്കുക ആയതുകൊണ്ട് TR എന്ന് കൊടുത്തു. എന്നിട്ട് റോൾ നമ്പർ, അപ്പോൾ ഹെഡിങ് ആണ്, ഹെഡിങ് TH എന്ന് കൊടുത്തിട്ട് റോൾ നമ്പർ, TH ടാഗ് ക്ലോസ് ചെയ്തു. അടുത്ത TH ആണ് നെയിം, TH എന്ന് എഴുതിയിട്ട് നെയിം കൊടുത്തു, TH ടാഗിനെ ക്ലോസ് ചെയ്തു.
ആ റോ കഴിഞ്ഞു. അപ്പോൾ ആ TR ടാഗിനെ ഞാൻ ക്ലോസ് ചെയ്തു. ഇനി അടുത്തതാണ് 1 അല്ലേ. അപ്പം TR എന്ന് എഴുതിയിട്ട് 1 അല്ല TR കൊടുത്തു. ഇനി TD എന്ന് എഴുതിയിട്ട് 1 TDനെ ക്ലോസ് ചെയ്തു. അടുത്ത TD എന്ന് എഴുതിയിട്ട് ആര്യ TDനെ ക്ലോസ് ചെയ്തു. ആ റോ കഴിഞ്ഞു. അപ്പോൾ ആ TR ക്ലോസ് ചെയ്തു. ഇനി അടുത്ത TR അല്ലേ മിസ് അവിടെ എഴുതുക കേട്ടോ. ഇവിടെ എഴുതുകയാണേ. അടുത്ത TR എന്ന് കൊടുത്തിട്ട് അടുത്ത TD2 എന്ന് എഴുതിയിട്ട് TD ക്ലോസ് ചെയ്തു. TD എന്ന് എഴുതിയിട്ട് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത ആൾക്കാരായിട്ട് സിമ്പിൾ ആയിരിക്കും എന്ന് മിസ് വിചാരിക്കുകയാണ്. എന്നിട്ട് TR ക്ലോസ് ചെയ്തു. ലാസ്റ്റ് ടേബിൾ ക്ലോസ് ചെയ്തു. പിന്നെ HTML-ഉം ക്ലോസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. What is hyperlinking in a web page? Name the tag used for it. എന്താണ് hyperlinking എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? hyperlinking എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റോ ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഇമേജോ ആവാം. That when we click on, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ and move to another document or another section of the സെയിം ഡോക്യുമെൻറ്റ്, ഒന്നുകിൽ വേറൊരു ഡോക്യുമെൻറ്റിലേക്ക് പോകും അല്ലെങ്കിൽ സെയിം സെക്ഷൻ ഓഫ് ദ വേറെ സെയിം ഡോക്യുമെൻറ്റിലേക്ക് പോകും, അനദർ സെക്ഷൻ ഓഫ് ദ സെയിം ഡോക്യുമെൻറ്റിലേക്ക് പോകും. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്ക് ഏതാണ്, ആ ടാഗ് ഏതാണ് ഒന്ന് പറഞ്ഞേ. ഏത് ടാഗാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുക? ആങ്കർ ടാഗാണ് അല്ലേ, A ടാഗാണ്. ഓക്കെ, യെസ്. ഇതിൻ്റെ ആൻസർ എന്താ? എ വെബ് പേജ് ക്യാൻ കണ്ടെയ്ൻ വാരിയസ് ലിങ്ക് ദാറ്റ് ഡയറക്റ്റ് ടു അതർ വെബ് പേജസ് ഓർ സ്പെസിഫിക് പാർട്ട് ഓഫ് സെയിം വെബ് പേജ്. ഇൻ HTML, links are created using A tag. What is the attribute of A tag? ഈ A ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ഏതാണ്? ഒന്ന് പറഞ്ഞേ. ആങ്കർ ടാഗിൻ്റെ കൂടെ കൊടുക്കുന്ന ആട്രിബ്യൂട്ട് ഏതാണ്? യെസ്, ആങ്കർ ടാഗിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ട് ഏതാണ്? യെസ്, href. വെരി ഗുഡ്, href ആണ് നമ്മൾ കൊടുക്കുക കേട്ടോ, ഹൈപ്പർ റെഫറൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. ദ സ്പേസ് ബിറ്റ്വീൻ കണ്ടന്റ് ആൻഡ് സെൽ ബോർഡർ ഇൻ എ ടേബിൾ ക്യാൻ ബി ചേഞ്ച്ഡ്. ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ടേബിളിൽ കുറേ സെല്ലുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സെല്ലും തമ്മിലുള്ള സ്പേസിനെ നമ്മൾ സെൽ സ്പേസിങ് എന്നാണ് പറയുക. പക്ഷെ സെല്ലിൻ്റെ ബോർഡറും അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റും തമ്മിലുള്ളതിനെ നമ്മൾ സെൽ പാഡിങ് എന്നാണ് പറയുക കേട്ടോ. സെൽ പാഡിങ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, യെസ്. റൈറ്റ് ദ നെയിം ഓഫ് എനി 2 അസോസിയേറ്റഡ് ടാഗ്സ് ഓഫ് ടേബിൾ ടാഗ്. ഏതൊക്കെയാണ് നമുക്കറിയാം? TR ടേബിൾ റോ ക്രിയേറ്റ് ചെയ്യാനുള്ള ടാഗാണ് TR. ടേബിൾ ഹെഡിങ് കൊടുക്കാനുള്ളതാണ് TH അല്ലേ. ടേബിൾ ഹെഡിങ് കൊടുക്കാനുള്ളതാണ് TH. പിന്നെ TD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ഡാറ്റ കൊടുക്കാനുള്ളതാണ് TD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ടാഗുകളാണ് അതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ അടുത്തത് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലിസ്റ്റ് എനി 4 വാല്യൂസ് ഓഫ് ടൈപ്പ് ആട്രിബ്യൂട്ട് ഓഫ് ഇൻപുട്ട് ടാഗ്. നമ്മൾ ഫോംസ് പഠിച്ച സമയത്ത് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു ടാഗ് ഉണ്ട്. ആ ടാഗിന് ഒരുപാട് ടൈപ്പ് ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലേ. ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗിന് വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ടെക്സ്റ്റ് അല്ലെങ്കിൽ പാസ്വേഡ് ബോക്സ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, റീസെറ്റ് ബട്ടൺ, സബ്മിറ്റ് ബട്ടൺ. ഇതൊക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതൊക്കെ. യെസ്. ഡെവലപ്പ് എ വെബ് പേജ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിത്ത് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. ഹാസ് എൻ ഇമേജ്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ഉണ്ടാവണം. ഒരു മാർക്യൂ, വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്യൂ ടാഗ്. മാർക്യൂ എന്ന് പറഞ്ഞാൽ മൂവിങ് ടെക്സ്റ്റ്. പിന്നെ അതേപോലെ തന്നെ അഡ്രസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കറിയാം ജസ്റ്റ് HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി ഒക്കെ കൊടുത്തു. ബോഡീൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു a.jpg. എന്നിട്ട് ഒരു മാർക്യൂ, വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്യൂ വരണം. അപ്പം മാർക്യൂ എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തു. ഫോണ്ട് കളർ ഈക്വൽ ടു റെഡ്, വെൽക്കം.
ഫോണ്ട് ടാഗ് ക്ലോസ് ചെയ്തു, മാർക്ക് യു ടാഗ് ക്ലോസ് ചെയ്തു. ഇനി നമ്മളോട് അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സ് എന്ന് കൊടുത്തിട്ട് അഡ്രസ്സ് കൊടുത്തു, അഡ്രസ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗിനെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഇത്രയുമാണ് ആ ഒരു ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് എങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളത് ഒരുപാട് മക്കൾക്ക് വന്ന ഡൗട്ടാണ്. അതിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ 6th ചാപ്റ്ററിലേക്ക് പോവാണ്. ഓക്കെ, 6th ചാപ്റ്ററിലേക്ക് പോവാണ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ടു പെർഫോം ദ ഫോളോയിങ്. ടു ഡിസ്പ്ലേ എ മെസ്സേജ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് നമുക്കിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഏതാണ്? ജാവാസ്ക്രിപ്റ്റിൽ ഒരുപാട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. അതിലേതാണ് നമ്മളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ നമ്മൾ കൊടുക്കാം? ഒന്ന് പറഞ്ഞേ, ഏതാ വരിക? അലേർട്ട് എന്നല്ലേ, അല്ലേ? യെസ്, അലേർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അലേർട്ട്. അതേപോലെ വേറെയും കുറേ ഫങ്ഷൻസ് ഉണ്ട്. സ്നാന് നമുക്ക് നോട്ട് എ നമ്പർ ചെക്ക് ചെയ്യാനാണ്. അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ടു അപ്പർ കേസ്, ടു ലോവർ കേസ്. അറ്റ് ഒരു ക്യാരക്ടറിൻ്റെ പൊസിഷൻ കാണാൻ. പിന്നെ ലെങ്ത്ത്, അല്ലേ, ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലുള്ള ഡാറ്റ ടൈപ്പുകൾ കുറേ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും മറ്റേ C++ലുള്ള അത്ര ഇല്ല. ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ് വരിക? നമ്പേഴ്സ്, അല്ലേ? പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആണെങ്കിലും പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ് ആണെങ്കിലും എല്ലാം വരിക നമ്പേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ്. പിന്നെ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അത് സ്ട്രിങ് ആണ്. പിന്നെ ബൂലിയൻ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഇങ്ങനെ 2 കാറ്റഗറീസിൽ മാത്രം വരുന്നതാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ അതിലുണ്ട്, ഐഡന്റിഫൈ ദ സൂറ്റബിൾ ജാവാസ്ക്രിപ്റ്റ് ഡാറ്റ ടൈപ്പ് ഫോർ ദ ഫോളോയിങ്. ഇവിടെ കണ്ടോ, ഇത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് കൊടുത്തത്. അപ്പോൾ നമുക്ക് പറയാം അത് സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ആണ്. ഇനി ഇവിടെ ട്രൂ എന്ന് കാണുമ്പം നിങ്ങൾ വിചാരിക്കും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂലിയൻ ആണ്. പക്ഷേ ബൂലിയൻ അല്ല, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആണ്. പിന്നെ നമ്പർ, അല്ലേ, ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതാണ് പോയിന്റ് ഉള്ളതാണെങ്കിലും പോയിന്റ് ഇല്ലാത്തതാണെങ്കിലും നമ്പർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലായിരിക്കും വരിക. ഓക്കെ, യെസ്, റെഡി. അടുത്തത്, നെയിം എനി 4 കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചതാണ്. ഒന്ന് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലസ് എല്ലാം വരുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിലാണ്. പിന്നെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ അങ്ങനെ വരുന്നത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. പിന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഈക്വൽ ടു. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്, അതൊക്കെ വരും. പിന്നെ സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ, ഇതൊരു പുതിയൊരാളാണ്, പ്ലസ്. ഓക്കെ, ചോദിക്കാറുണ്ട് ജാവാസ്ക്രിപ്റ്റിലെ സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലസ് ആണ് കേട്ടോ. ഓക്കെ, പ്ലസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 വേ ടു ആഡ് ജാവാസ്ക്രിപ്റ്റ് കോഡ് ടു എ വെബ് പേജ്. ഒരു വെബ് പേജിലേക്ക് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇൻസൈഡ് ബോഡീനുള്ളിൽ കൊടുക്കാം, പക്ഷെ അത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും, അതുകൊണ്ട് നല്ലൊരു വേ അല്ല. പിന്നെ ഇൻസൈഡ് ഹെഡ്, കൺഫ്യൂഷൻസ് കുറക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് .js എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ 3 വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ അടുത്തത്, യെസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. ഓപ്പറേറ്റേഴ്സ്, ഡാറ്റ ടൈപ്സ്, പിന്നെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, ഈ 3 എണ്ണമാണ് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, റെഡി ആണോ? അടുത്ത ചാപ്റ്ററിലേക്ക് പോട്ടെ. നമ്മുടെ 7th ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ഹോസ്റ്റിംഗ് ആണ് അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെബ് ഹോസ്റ്റിംഗ്. ഓക്കെ, റെഡി ആണോ? വെബ് ഹോസ്റ്റിംഗിലേക്ക് നമുക്ക് പോയാലോ? വെബ് ഹോസ്റ്റിംഗ് ചാപ്റ്ററിലേക്ക് പോയാലോ? റെഡി ആണോ? യെസ്. ഓക്കെ, അപ്പോൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്റർ ആണ്.
ആദ്യം തന്നെ അതിൽ നമ്മൾ ഹോസ്റ്റിംഗ് പല ടൈപ്പ് ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, VPS. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അത് മൂന്നും നിങ്ങൾ പഠിക്കണം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ഷെയർഡ് ഹോസ്റ്റിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ വെബ്സൈറ്റ്സിനൊക്കെ അത് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അവിടെ എല്ലാ കാര്യങ്ങളും അവർ ഇപ്പം മെമ്മറി ആയിക്കോട്ടെ, പ്രൊസസ്സർ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യും, അതിലുള്ള എല്ലാ വെബ്സൈറ്റുകളും കൂടി അതിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യാം. പക്ഷേ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റയർ വെബ് സെർവറിനെ കുറച്ച് കാലത്തേക്ക് ലീസിന് എടുക്കുകയാണ്. അപ്പം അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് ഒറ്റക്കായിട്ട് തന്നെ കിട്ടും. ലാർജ് ഓർഗനൈസേഷൻസും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തത് വാട്ട് ഈസ് ഫ്രീ ഹോസ്റ്റിംഗ്. അതേപോലെ റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുള്ള ഹോസ്റ്റിങ്ങിലൊക്കെ പൈസ കൊടുത്തിട്ട് ചെയ്യുന്നതായിരുന്നു അല്ലേ? പക്ഷെ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ചാർജ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് ആണ്, വെബ് ഹോസ്റ്റിംഗ് സർവീസ് ആണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നോ കോസ്റ്റ് ആണ്. പക്ഷേ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ലെസ് കസ്റ്റമർ സപ്പോർട്ടാണ്, ഷെയർഡ് ബാൻഡ് വിഡ്ത്ത് ആണ്, പിന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് വരും, അതേപോലെ ലിമിറ്റഡ് പേജ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫ്രീ ഹോസ്റ്റിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ വാട്ട് യു മീൻ ബൈ റെസ്പോൺസീവ് വെബ് ഡിസൈൻ. മിസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെയും സ്ക്രീൻ സൈസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ സ്ക്രീൻ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്യുന്നതിന്, അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ വെബ് പേജിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയാം. ഓക്കെ, the type of web page design in which the web page is able to adjust itself to the screen size. സ്ക്രീൻ സൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയാം. ഇനി റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് CMS. പറഞ്ഞോളൂ, CMSൻ്റെ ഫുൾ ഫോം എന്താണ്? ആർക്കാണ് അറിയാം? CMSൻ്റെ ഫുൾ ഫോം എന്താണ്? CMSൻ്റെ ഫുൾ ഫോം? ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ ക്ലാസ് എടുത്ത സമയത്ത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. CMS എന്ന് പറഞ്ഞാൽ യെസ്, എന്താ മക്കളെ CMS? യെസ്, വെരി ഗുഡ്, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലേ? കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം, ഇതാണ് CMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തതാണ്. അപ്പോൾ അത് എന്താണെന്നും കൂടി പഠിക്കാം. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ്, അഡ്മിനിസ്ട്രിങ് ആൻഡ് പബ്ലിഷിംഗ് വെബ്സൈറ്റ്. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ യെസ്, നെയിം എ പ്രോട്ടോകോൾ ദാറ്റ് പ്രൊവൈഡ് സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ. സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള പ്രോട്ടോകോളാണ് SFTP കേട്ടോ, SFTP. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ CMS. ഇന്നലെ CMSന് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലേതാണ് CMSൻ്റെ എക്സാമ്പിൾ അല്ലാത്തത്? ഇതിലേതാണ്? വേർഡ് പ്രസ്, ഡ്രൂപ്പാൽ, ജൂംല, ഫയൽസ് ഇല്ല. ഇതിലേതാണ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ CMSൻ്റെ ഫുൾ ഇതല്ലാത്തത്? യെസ്, വെരി ഗുഡ്, ഫയൽസ് ഇല്ല അല്ലേ? ഫയൽസ് ഇല്ലയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ 7th ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? 7th ചാപ്റ്റർ സെറ്റ് ആണോ മക്കളെ? ഒന്ന് പറഞ്ഞേ, 7th ചാപ്റ്റർ ഓക്കെ ആണോ? യെസ്, ക്ലിയർ ആണോ 7th ചാപ്റ്റർ? ഓക്കെ, 8th ചാപ്റ്ററിലേക്ക് പോട്ടെ. 8ാമത്തെ ചാപ്റ്റർ ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, DBMS. ഈ ചാപ്റ്ററിൽ DBMSന്റെ ഫുൾ ഫോം പഠിക്കാം. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. എക്സ്പ്ലെയിൻ എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് DBMS. ലിസ്റ്റ് ദ 4 കോമ്പണൻസ്. കോമ്പണൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം, ചോദിക്കാറുണ്ട്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് DBMS എന്തൊക്കെയാണ്? കൺട്രോളിങ് ഡാറ്റ റിഡൻഡൻസി. റിഡൻഡൻസി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡാറ്റ കൺസിസ്റ്റൻസി, എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഡാറ്റ സെക്യൂരിറ്റി, ഷെയറിംഗ് ഓഫ് ഡാറ്റ. ഇതൊക്കെ എന്താണ്? DBMSൻ്റെ അഡ്വാൻറ്റേജസ് ആണ്.
പിന്നെ 4 കോമ്പണൻസ് ഓഫ് DBMS നമ്മൾ പഠിച്ചതാണ്. ഹാർഡ്വെയർ അല്ലേ, 4 എണ്ണം മാത്രമല്ല, നമ്മൾ കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസർ, പ്രൊസീജിയർ അല്ലേ. യെസ്, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൂ ആർ ദ യൂസേഴ്സ് ഓഫ് എ ഡാറ്റാബേസ്? ഒരു ഡാറ്റാബേസിൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണ് നമ്മുടെ ഡാറ്റാബേസിലെ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരൊക്കെയാണ് വരിക യൂസേഴ്സ്? ഡാറ്റാബേസിലെ യൂസേഴ്സ് ആരൊക്കെയാണ്? യെസ്, ആരൊക്കെയാണ് വരിക? ഒന്ന് മെയിൻ ആയിട്ടുള്ള ആൾ നമ്മുടെ DBA ആണ്. പിന്നെ നമ്മുടെ നെയ്വ് യൂസേഴ്സ്, അതേപോലെ തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് അല്ലേ, പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ഓക്കെ, യെസ്. Explain 3 types of data abstraction in DBMS. ഡാറ്റ അബ്സ്ട്രാക്ഷൻ പല ടൈപ്പ് ഉണ്ട് അല്ലേ, 3 ലെവലായിട്ടാണ്. എന്താ ഡാറ്റ അബ്സ്ട്രാക്ഷൻ? ദ പ്രോസസ് ഓഫ് ഹൈഡിങ് ഇറെലവൻറ്റ് ഡീറ്റെയിൽസ്, ആവശ്യമില്ലാത്തത് ഹൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ 3 ലെവലായിട്ടാണ് ഇതുള്ളത്. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. ഫിസിക്കൽ ലെവലിൽ ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ്, എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് കാണിക്കുന്ന ലെവലാണ് ഫിസിക്കൽ ലെവൽ. എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്ന ലെവലാണ് ലോജിക്കൽ ലെവൽ. പിന്നെ നമുക്ക് യൂസേഴ്സിന് കാണുന്ന ഹയസ്റ്റ് ലെവൽ ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ് വ്യൂ ലെവൽ. ഓക്കെ, ഇതാണ് 3 ലെവൽസ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഫോളോയിങ് ടെർമിനോളജീസ്. നോക്കിക്കേ, റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ RDBMSൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ആണ് അല്ലേ, ടേബിൾ ആണ്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ പൂൾ ഓഫ് വാല്യൂസ് ആണ്. ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളിൽ പ്രൈമറി കീ ആണെങ്കിൽ അതിനെ നമ്മൾ ഫോറിൻ കീ എന്നാണ് വിളിക്കുക അല്ലേ. അപ്പം റിലേഷൻ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡാറ്റ ഓർഗനൈസ്ഡ് ഇൻ റോ ആൻഡ് കോളം ഫോർമാറ്റ് ആണ്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ പൂൾ ഓഫ് പോസിബിൾ വാല്യൂസ് ആണ്. ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കീ ഇൻ എ ടേബിൾ ഇസ് കോൾഡ് ഫോറിൻ കീ ഇഫ് ഇറ്റ് ഈസ് എ പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ. ഓക്കെ, ഇതാണ് 3 ടൈപ്പ് കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ if a table has 10 rows and 5 columns, what will be its degree and cardinality? മക്കളെ, ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്. ഓക്കെ, കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് കോളംസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 5 ആണ്. അപ്പം ഡിഗ്രി എന്ന് പറയുന്നത് 5ഉം കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ഉം ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഡിഗ്രി. അപ്പം ഇത് നിങ്ങൾക്ക് അറിയണം. നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണ്, നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിനാലിറ്റി ആണ്. ഓക്കെ, ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇറ്റ്സ് ടൈം. എന്താണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ലെവലിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാലും അത് മറ്റേ ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. ദ എബിലിറ്റി ടു മോഡിഫൈ schema definition in one level without affecting the schema definition at the next higher level. ഇതിനെയാണ് നമ്മൾ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. അപ്പോൾ 2 ലെവലായിട്ടാണ് ഉണ്ടാവുക, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും. ഇതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലെവലിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി പക്ഷേ അത് ലോജിക്കൽ ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കൽ ലെവലിൽ എന്തെങ്കിലും മാറ്റം വരുത്തി പക്ഷേ അത് വ്യൂ ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ് നമുക്ക് ഉള്ളത്. ഇനി റൈറ്റ് ദ സിംബൽസ് ഫോർ ദ ഫോളോയിങ് ഓപ്പറേഷൻ. 2 മാർക്കാണ്, അപ്പോൾ 1.5 മാർക്ക് വെച്ചിട്ടാണ്. സെലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മയാണ്, പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പൈ ആണ്, യൂണിയൻ യു ആണ്, പിന്നെ ഇൻ്റർസെക്ഷൻ യു തിരിച്ചിട്ടതാണ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഈ സിംബൽസും ഇതൊക്കെ എന്താ ചെയ്യുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് അറിയണം. ഓക്കെ ആണോ?
സെറ്റാണോ മക്കളെ? അത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ ഉള്ളത് കേട്ടോ. ആ നോട്ട് മിസ് എന്തായാലും അയക്കും കേട്ടോ. ഇന്ന് എന്തായാലും നമുക്ക് നോട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? യെസ്. ഇനി അടുത്തതാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഓക്കെ, SQL 9th ചാപ്റ്റർ ആണ് SQL. SQLന്റെ ഫുൾ ഫോം ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. കണ്ടോ, എക്സ്പാൻഡ് ദ ടേം SQL. പിന്നെ എക്സ്പ്ലെയിൻ ഇനി 2 കോമ്പണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. DDL, DML, DCL. ഓക്കെ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ DDL ആൻഡ് DML കമാൻഡ്സ് ആണ്. ഓക്കെ, DDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ളതാണ്. അതിൽ വരുന്ന കമാൻഡാണ് ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്. CAD എന്ന് പഠിക്കുക കേട്ടോ. ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്. ഇനി DML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DMLൽ വരുന്നതാണ് എന്താണ്? സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതെന്തായാലും പഠിക്കണം. എക്സാമിന് കോമ്പണൻസ് എന്തായാലും ചോദിക്കും. ഓക്കെ, പഠിക്കാം കേട്ടോ. റെഡി. അടുത്തത് write the names of any 4 constraints used in SQL. നമ്മളെ SQLിൽ യൂസ് ചെയ്യുന്ന 4 കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്, റൂൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. കൺസ്ട്രെയിൻസ് കോളം കൺസ്ട്രെയിൻസ് ആണ്. ഇതിപ്പോൾ എത്ര മാർക്കിനാണ്? ഇതിപ്പോൾ 2 മാർക്കിനാണ് ചോദിച്ചത്. ആരൊക്കെയോ മിസ്സിനോട് ചോദിച്ചിരുന്നു കോളം കൺസ്ട്രെയിൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത്. 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി. പക്ഷെ 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷെ അങ്ങനെ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല അതോ കേട്ടോ. ഓക്കെ, അപ്പം നോട്ട് നള്ള്, ഓട്ടോ ഇൻക്രിമെൻറ്റ്, യുണീക്ക്, പ്രൈമറി കീ, ഡിഫോൾട്ട്, ഇത്രയുമാണ് നമ്മുടെ കോളം കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് കോളത്തിൻ്റെ മേലെ നമ്മൾ കൺസ്ട്രെയിൻസ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ടേബിൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കൽ. ഇതിന്ന് ഏറ്റവും കൂടുതൽ സിൻടാക്സ് ആണ് ചോദിക്കാറുള്ളത്. ഹൗ ഡു യു യൂസ് ഓർഡർ ബൈ ക്ലോസ് അലോങ് വിത്ത് സെലക്ട് കമാൻഡ്? സെലക്ട് കമാൻഡിൻ്റെ കൂടെ എങ്ങനെയാണ് ഓർഡർ ബൈ ക്ലോസ് കൊടുക്കുക? അപ്പം നിങ്ങൾ സിൻടാക്സ് എഴുതണം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, ഓർഡർ ബൈ എഫ് ഇൻകം. നിങ്ങൾ അതിനൊരു എക്സാമ്പിളും കൂടി എഴുതി കഴിഞ്ഞാൽ അടിപൊളിയായി. ഓക്കെ, യെസ്. അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ കൂടുതലും ഈ ചാപ്റ്ററിന് സിൻടാക്സ് ആണ് ചോദിക്കാറുള്ളത്. നെയിം ദ കീവേഡ് യൂസ്ഡ് വിത്ത് സെലക്ട് കമാൻഡ് ടു എലിമിനേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ്. ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഏതാണ്? ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ? ഒരേപോലെയുള്ള യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് മാത്രം കിട്ടാനാണ് ഡിസ്റ്റിങ്ക്റ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡ്രോപ്പ് ആൻഡ് ഡിലീറ്റ് കമാൻഡ്. ഡ്രോപ്പും ഡിലീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രോപ്പ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മൊത്തം ടേബിൾ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രോപ്പ് കമാൻഡ് കൊടുക്കും. ഇനി റോ ഡിലീറ്റ് ചെയ്യാൻ, ഒരു റോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി 4 അഗ്രിഗേറ്റ് ഫങ്ഷൻസ് നമുക്കറിയാം. ഒരുപാട് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമ്മ്, മാക്സ്, മിന്ന് അല്ലേ, ആവറേജ്, കൗണ്ട്, ഇതൊക്കെ അതിൽ വരുന്ന അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസിൻ്റെ മേലെ നമ്മൾ കൊടുക്കുന്ന ഫങ്ഷൻസ് ആണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് എന്ത് വെച്ച് ചോദിക്കാറുണ്ട്? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എ ടേബിൾ നെയിംഡ് സ്റ്റുഡൻസ് വിത്ത് ഫീൽഡ്, റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക്, ഗ്രേഡ് ഇസ് ഗിവൺ. റൈറ്റ് ദ SQL സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫോളോയിങ്. അപ്പം ഇങ്ങനെയാണ് സിൻടാക്സ് ചോദിക്കാറുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന്. ടു ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ സയൻസ് ബാച്ച്. സയൻസ് ബാച്ചിലുള്ള എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ ബാച്ച് ഈക്വൽ ടു സയൻസ്. അപ്പോൾ ബാച്ച് സയൻസ് ഉള്ള കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടി. അതിനാണ് സ്റ്റാർ കൊടുക്കുന്നത്. ഇനി അടുത്തത് to display the details of these students having grade A or A plus. A grade അല്ലെങ്കിൽ A plus grade ഉള്ള കുട്ടികളുടെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഗ്രേഡ് എയോ A പ്ലസോ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പം ദ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ ഗ്രേഡ് ഈക്വൽ ടു A ആൻഡ് ഒരു മിനിറ്റ് മക്കളെ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രേഡ് എ അല്ലെങ്കിൽ എ പ്ലസ് കിട്ടണം അല്ലേ. പിന്നെ അടുത്തതാണ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് ബാച്ച്. ഓരോ ബാച്ചിലുള്ള ആളുകളെ കൗണ്ട് കിട്ടാൻ സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് ഗ്രൂപ്പ് ബൈ ബാച്ച് ഇങ്ങനെ കൊടുക്കാം. പിന്നെ അതേപോലെ ചേഞ്ച് ദ ഗ്രേഡ് അല്ലേ, നമുക്ക് മാറ്റം വരുത്തണം. എ പ്ലസ് എന്നുള്ളത് റോൾ നമ്പർ 50 ഉള്ള കുട്ടിക്ക് എ പ്ലസ് കൊടുക്കണം. അപ്പോൾ എന്താ അപ്ഡേറ്റ് അല്ലേ, ചേഞ്ചസ് വരുത്താൻ അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് ഗ്രേഡ് ഈക്വൽ ടു എ പ്ലസ് വേർ റോൾ നമ്പർ ഈക്വൽ ടു 50. ഓക്കെ, പിന്നെ അടുത്തതാണ് റിമൂവ് ദ ഡീറ്റെയിൽസ്. 10 റോൾ നമ്പർ ഉള്ള കുട്ടീനെ നമുക്ക് ഒഴിവാക്കണം. അപ്പം ഡിലീറ്റ് ആണ് കൊടുക്കുക, നമ്മുടെ ഡ്രോപ്പ് കൊടുക്കാൻ പാടില്ല. ഒരു റോ ആണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പം ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് റോൾ നമ്പർ ഈക്വൽ ടു 10. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സിൻടാക്സുകളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളോട് ചോദിക്കാറുള്ളത്. ഓക്കെ ആണോ? റെഡി ആണോ മക്കളെ? ആ ചാപ്റ്റർ സെറ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത ചാപ്റ്ററിലേക്ക് പോട്ടെ. കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ മക്കളെ? ഒന്ന് പറഞ്ഞേ, ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്, ഓക്കെ അല്ലേ? യെസ്, ഓക്കെ, റെഡി. ഇനി നമ്മൾ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ ERP എന്ന് പറഞ്ഞ ഒന്നാണ്. ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് MIS. മിസ് ചാപ്റ്റർ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫുൾ ഫോംസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇവിടെ ഡെഫിനിഷൻ ചോദിച്ചിട്ടില്ല, എക്സ്പാൻഷൻ മാത്രമാണ് ചോദിച്ചത്. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം 3 കോമ്പണൻസ് ആണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ERP. ERP എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ആണ് അല്ലേ. എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ആണ് ERP എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ എനി 3 ബെനിഫിറ്റ്സ് ഓഫ് ERP. ERPൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അക്യുറേറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും, ഡെസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി, അതേപോലെ തന്നെ ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഇതാണ് ബെനിഫിറ്റ്സ്. പിന്നെ റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 3 ഫങ്ഷണൽ യൂണിറ്റ്സ്. ഇവിടെ നെയിമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചാപ്റ്ററിൽ വെയിറ്റേജ് വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വലിയ എസ്സേക്കുള്ള രീതിയിലൊന്നും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുള്ളൂ. റൈറ്റ് ദ നെയിം ഓഫ് എനി ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മൊഡ്യൂൾ, ആ മൊഡ്യൂളുകൾ പറയാം. ഫിനാൻഷ്യൽ മൊഡ്യൂള്, മാനുഫാക്ചറിങ് മൊഡ്യൂള്, പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂള്, HR മൊഡ്യൂള്, ഇൻവെൻട്രി കൺട്രോൾ മൊഡ്യൂള്, പർച്ചേസിങ് മൊഡ്യൂള്, മാർക്കറ്റിംഗ് മൊഡ്യൂള്. മിസ്സിൽ കൊടുത്ത എല്ലാ പോയിന്റ്സും പഠിക്കേണ്ട. ഓരോ മൊഡ്യൂളിൻ്റെയും ഓരോ പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂള്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് മൊഡ്യൂള്. ഓക്കെ, അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ SAP. കണ്ടോ, അതും 2 മാർക്കിനാണ് ചോദിച്ചത്. അപ്പം SAP എന്ന് പറഞ്ഞാൽ സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രോഡക്ട്സ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. അപ്പം ആദ്യം ഇത് ലാർജ് മൾട്ടിനാഷണൽ കമ്പനീസിന് വേണ്ടിയിട്ടായിരുന്നു ഡെവലപ്പ് ചെയ്തത്. പിന്നീട് എല്ലാ രീതിയിലുള്ളതിലേക്കും മാറി, സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസിലേക്കും മാറി. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. ആ ഒരു ചാപ്റ്ററിന് നിങ്ങൾ അത്ര ഭയങ്കര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട, കാരണം വളരെ വെയിറ്റേജ് കുറവുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വലിയ വലിയ രീതിയിലൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ആ ചാപ്റ്ററിൽ എന്താണെന്നുള്ള ഓവറോൾ കണ്ടന്റ് നിങ്ങൾക്ക് അറിയണം. അതേപോലെ തന്നെ ജസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു എന്ത് ചെയ്യാം, എല്ലാത്തിൻ്റെയും ഒരു പോയിന്റെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, റെഡി ആണോ? നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 12th ചാപ്റ്ററിലേക്ക് പോട്ടെ. ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ഓക്കെ ആണോ? ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് പോട്ടെ. ഓക്കെ ആണെങ്കിൽ ഒരു 9 യെല്ലോ ഹേർട്ട് മിസ്സിനിട്ട്, 9 അല്ല 11 വേണം. ഓക്കെ, വേണ്ട, കുറച്ച് യെല്ലോ ഹേർട്ടുകൾ മിസ്സിനിട്ട് തരാം. യെസ്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ് മക്കളെ. നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മിസ് ഈ പറഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് +2 CA A+ വാങ്ങാൻ പറ്റും. ഓക്കെ, മിസ് വരുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേം. ഒന്നാമത്തത് സൈബർ ഫോറൻസിക്, അതേപോലെ ഇൻഫോമാനിയ. എന്താണ് അത് രണ്ടും? സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് സയൻറ്റിഫിക് നോളജ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? ഫോർ ഐഡൻറ്റിഫൈയിങ്, കളക്റ്റിംഗ്, പ്രിസർവിങ് ആൻഡ് അനലൈസിങ് എവിഡൻസ് ടു ദ കോർട്ട്. അല്ലേ, കോർട്ടിൽ എവിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രസൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എന്താണ് സയൻറ്റിഫിക് നോളജ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈബർ ഫോറൻസിക് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇൻഫോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഇൻഫോർമേഷൻ വന്നിട്ടുള്ള നമ്മൾ എക്സ്ഹോസ്റ്റഡ് ആവുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻഫോമാനിയ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇൻഫോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഗെറ്റിംഗ് എക്സോസ്റ്റഡ് വിത്ത് എക്സസ് ഇൻഫോർമേഷൻ. ഓക്കെ, എക്സസ് ഇൻഫോർമേഷൻ ആയിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം വെച്ച് നമ്മൾ എക്സോസ്റ്റഡ് ആവുന്നതിനെയാണ് നമ്മൾ ഇൻഫോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ SMS. SMS എന്ന് പറഞ്ഞാൽ ഷോർട്ട് മെസ്സേജ് സർവീസാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജിങ് സർവീസാണ് എലോ എക്സ്ചേഞ്ചിങ് ഷോർട്ട് ടെക്സ്റ്റ് മെസ്സേജസ്. പിന്നെ GSM എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡാണ് നമുക്ക് ഈ മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓൾസോ റൈറ്റ് എൻ എക്സാമ്പിൾ. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് മൊബൈൽ ഡിവൈസസിൽ ഹാർഡ്വെയറും മൾട്ടിമീഡിയ ഫങ്ഷൻസും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഒക്കെ മാനേജ് ചെയ്യുന്നതാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതിൽ ഒന്ന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയാം. അതൊരു ലിനക്സ് ബേസ്ഡ് OS ആണ്. ടച്ച് ഫോണിനും വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രീ ഫോർ കൺസ്യൂമേഴ്സ്. അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഫ്രീ ആണ്. പക്ഷേ പല കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ലൈസൻസ് വേണം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ, എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അതേപോലെ തന്നെ എഗെയിൻസ്റ്റ് ഗവൺമെൻറ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ നമ്മൾ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ, സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെൻറ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വലിൽ വരുന്നതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെൻറ്റ്, ഇമ്പേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ്, അതേപോലെ തന്നെ വയലേഷൻ ഓഫ് പ്രൈവസി. പിന്നെ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്. ഓക്കെ, പിന്നെ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെൻറ് ഉണ്ട്. സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെൻറ്റിൽ വരുന്നതാണ് സൈബർ ടെററിസം, വെബ്സൈറ്റ് ഡിഫേസ്മെൻറ്റ്, അതേപോലെ തന്നെ അറ്റാക്ക് എഗെയിൻസ്റ്റ് ഇ ഗവേണൻസ് വെബ്സൈറ്റ്. ഓക്കെ ആണോ മക്കളെ? റെഡി ആണോ? നിങ്ങൾ റെഡി ആണോ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ഐഡിയ കിട്ടിയില്ലേ? അല്ലേ? നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാം പഠിച്ചു കഴിഞ്ഞു, പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളതൊരു ഐഡിയ കിട്ടുന്നില്ല. മിസ്സേ എന്താ ചെയ്യുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ വരും, ആ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ വരും എന്നൊക്കെ ഒരുപാട് മക്കൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഓക്കെ അല്ലേ? ഇന്നത്തെ ലൈവ് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ മക്കളെ? ഒന്ന് പറഞ്ഞേ, ഫുള്ള് സെറ്റായില്ലേ? യെസ്, ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മോർണിംഗ് ബൂസ്റ്റർ ഇല്ല കേട്ടോ, മോർണിംഗ് ബൂസ്റ്റർ ഇല്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക മക്കളെ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച് സെറ്റാക്കി വെക്കുക. ആ ചാപ്റ്റേഴ്സിൽ നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല, കാരണം എല്ലാ ഭാഗത്തു നിന്നും ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആ ചാപ്റ്റേഴ്സ്. ഓക്കെ, ബാക്കി പിന്നെ നിങ്ങൾ വെയിറ്റേജ് അനുസരിച്ച് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുക. എന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് റിവിഷനും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. വെറുതെ ജസ്റ്റ് പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. എങ്ങനെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഒരു കുറച്ച് 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ബിസിനസ് ID കിട്ടുന്നില്ല? കിട്ടുമല്ലോ. SHA ഒരു _ ഇട്ടിട്ട് HLA പിന്നെ എത്രയോ _ ഉണ്ട്, 4-5 ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഓക്കെ,
യെസ്, അപ്പം നമ്മളെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ 12 ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മിസ്സിൻ്റെ കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഈ ചാപ്റ്റേഴ്സൊക്കെ ഇപ്പം മിസ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി കുറച്ചും കൂടെ ഈ നോട്ട് മിസ് ഇപ്പം തന്നെ അയച്ചു തരും. ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ എക്സാമിനറിൻ്റെ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലുണ്ട്, എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇരുന്ന് സോൾവ് ചെയ്യുക. കിട്ടുന്ന അത്രയും നിങ്ങൾ സോൾവ് ചെയ്യുക. ഇനിയുള്ള സമയം പഠിക്കാനുള്ളതല്ല, ഇനിയുള്ള സമയം റിവിഷൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയാണ്. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്ലാസ് അല്ലേ. +1 മുതൽ മിസ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പം ഇതാ നിങ്ങൾ +2 കഴിഞ്ഞ് നിങ്ങൾ പോവുകയാണ്. അപ്പം നിങ്ങളുടെ കൂടെ എപ്പോഴും മിസ് ഉണ്ടാവും കേട്ടോ, എപ്പോഴും ഉണ്ടാവും. മിസ്സിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ +2 എക്സാമൊക്കെ അടിപൊളിയാക്കി എഴുതുക. ഇനി നല്ല നിലയിലൊക്കെ എത്തട്ടെ. നിങ്ങൾ എക്സാമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നിങ്ങൾ വിചാരിച്ചൊരു കോഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടി അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ പോട്ടെ കേട്ടോ. ഓക്കെ, അപ്പം മിസ്സിനൊന്നും മറന്നു പോകരുത്. നിങ്ങൾ +2 കഴിഞ്ഞ് പോയാലും നമ്മളെ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എക്സാമിനുള്ള ചാപ്റ്റേഴ്സൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. എന്തായാലും ഈസി ആയിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യം കഴിഞ്ഞിട്ട് വന്ന് പറയാൻ മറക്കരുത്. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവർക്കും മിസ്സിൻ്റെ വക ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്. അടിപൊളിയായിട്ട് നാളത്തെ എക്സാം എഴുതാം. ഓക്കെ മക്കളെ, ബൈ 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 ബൈ. ഗുഡ് നൈറ്റ്, ലവ് യു, ബൈ.